ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ കൃഷ്ണന് നാട് വിടുമെന്നാ തോന്നുന്നത് കേട്ടോ. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഇത് തന്നെ പരിപാടി. എപ്പോഴാ കൃഷ്ണന് ഇവിടുന്ന് എഴുന്നേറ്റ് ഓടിപ്പോകുന്നതെന്ന് അറിയത്തില്ല. ഗുരുവായൂർ വല്ലതും പോയി ചെന്നിരിക്കുന്നതാ തോന്നുന്നത്. എൻ്റെ ശല്യം കാരണം കേട്ടോ. പലതും കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതോ ഒരു ചെവിക്കട കേട്ടോ മറ്റേ ചെവിക്കടങ്ങ് പോവാന്നോ? ലോണൊക്കെ അടയ്ക്കാറായി. കുടുംബശ്രീയിലെ ലോണൊക്കെ അടയ്ക്കാറായെന്ന്. അപ്പോഴതിനാ ഞാൻ ചാക്കിടുന്നത് കേട്ടോ. കൃഷ്ണനെ ചാക്കിയിട്ട് എന്തെങ്കിലും എനിക്ക് കിട്ടത്തുള്ളൂ അല്ലേ കൃഷ്ണ? അപ്പോഴേ കൃഷ്ണനോട് ഇങ്ങനെ വഴക്കുകൂടി ഇങ്ങനെ നിൽക്കുവാണ്. അത് അങ്ങനെയാണല്ലോ, കൃഷ്ണൻ്റെ രാധമാരിങ്ങനെ പരാതിയും പരിഭവവും ആയിട്ടൊക്കെ ആണല്ലോ എന്ന് ഇരിക്കുന്നത് അല്ലേ കൃഷ്ണ? അപ്പോൾ ഇത് കൃഷ്ണന് പണ്ടേ അറിയാം കേട്ടോ. അത് നമ്മുടെ കൃഷ്ണന് പണ്ടേ അറിയാം. പരാതിയും പരിഭവവും ഇല്ലാത്ത ഒരു വീട്ടമ്മമാരും ഇല്ലെന്നല്ലേ. അപ്പോഴേ കേട്ട് പുള്ളിയും അങ്ങ് മടുത്തുനിന്ന് എന്താ പറയാൻ, എന്നെ ഇറക്കി വിടാനൊക്കത്തില്ല. എന്തായാലും ഇവിടുന്ന് ഇറക്കി പോകത്തില്ല, തല്ലിക്കൊന്നാലും പോകത്തില്ലെന്ന് കൃഷ്ണൻ അറിയാം കേട്ടോ അല്ലേ കൃഷ്ണ? അവിടെ ഇരുന്നോട്ടെ. ഓടക്കുഴൽ എങ്ങനെ ഓടക്കുഴൽ ഊതുന്നേ? ഓടക്കുഴലേന്തിയ കൃഷ്ണനാണല്ലോ. അപ്പോഴും നമുക്ക് വീഡിയോയും വിശേഷങ്ങളും ഒക്കെ കാണാൻ പോകാം കേട്ടോ. കുഞ്ഞു വിശേഷങ്ങൾ ആണ് ഇന്നും കേട്ടോ, നമ്മുടെ വീട്ടുവിശേഷങ്ങളല്ലാതെ എന്താ. ഇന്ന് അമ്പലത്തിൽ ഉത്സവമൊക്കെ തുടങ്ങി കേട്ടോ. ഇന്നും നാളെ ആയിട്ട് തിരുവാതിരയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ഒക്കുവാണെങ്കിൽ നമ്മൾ ഒന്ന് പോയി കാണും കേട്ടോ. പോവാണെങ്കിൽ ഞാൻ എടുക്കാം, നമുക്ക് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഇത് കാണാൻ പോവാം നമുക്ക് വീഡിയോ. നമ്മൾ കാപ്പി കുടിക്കുക രാവിലെ കേട്ടോ. രാവിലത്തെ ഒത്തിരി ജോലികളൊക്കെ കഴിഞ്ഞു. ഇന്ന് അലക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ എന്തോ ചെയ്താ, രാവിലെ ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് അരിയൊക്കെ അടപ്പയിട്ട് പിന്നെ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടാ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോയത് കേട്ടോ. അപ്പോഴിന്ന് നമുക്ക് അപ്പത്തിൻ്റെ ചമ്മന്തി അറിയാമല്ലോ. എല്ലായിടത്തും ഈ ചമ്മന്തി ഉണ്ടാക്കും എന്തോ എനിക്കറിയത്തില്ല കേട്ടോ. നമ്മുടെ കിളികളെല്ലാം രാവിലെ വന്നു. ഇത് അപ്പത്തിൻ്റെ ചമ്മന്തി എന്തോ തേങ്ങായും കുറച്ച് മുളക് പൊടിയും ഉപ്പും പിന്നെ ചെറിയ ഉള്ളിയും കൂടെ ചതച്ചിട്ട് നമ്മൾ കടുക് വറുത്തെടുക്കത്തില്ലേ, ഇതെങ്ങനെ പൊടിയായിട്ടുള്ള ചമ്മന്തി എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഇവിടെ അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പത്തിന് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ. രണ്ടപ്പം എടുത്തു ഞാൻ കേട്ടോ. എന്നെ കളിയാക്കിയൊന്നും വേണ്ട, ഇന്ന് നല്ല വിശപ്പുണ്ട്. എന്നാൽ അത്താഴം പോലും കഴിക്കുന്നില്ല. ഇപ്പം ആണെങ്കിൽ രാത്രി അത്താഴം കഴിക്കത്തില്ല. വീർത്ത് വരും. എന്താ ചെയ്യാനാ? പച്ചവെള്ളം കുടിച്ചാലും വീർക്കുക. നിങ്ങൾക്കൊക്കെ ഈ ഒരു അസുഖം ഉണ്ടോ, പച്ചവെള്ളം കുടിച്ചാൽ വീർക്കുന്നത്? ഞാൻ അതുകൊണ്ട് ഇപ്പം അത്താഴ പട്ടിണിയോ രാത്രി ഒന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് രാവിലെ ആകുമ്പോൾ അങ്ങ് വിശക്കുക. അതുകൊണ്ട് എന്നെ കളിയാകിയൊന്നും വേണ്ട. രണ്ടെണ്ണം എടുത്തു. എന്നെ അഴിച്ച് വന്നാലും ശരി, എന്നെ രണ്ടപ്പം തിന്നു. അയ്യോ, രണ്ടപ്പം എടുത്തു. നമ്മുടെ അമ്പലത്തിൽ ഉത്സവം കേട്ടോ, ഇന്നും നാളെ. അപ്പോഴെല്ലാവരും മൈതാനത്ത് വരണേ, ഞാൻ അവിടെ കാണും കേട്ടോ. ബലൂണെ പീപ്പി. ഇന്ന് പിന്നെ തിരുവാതിര ഉണ്ട്. ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണേന്ന്. ഈ മക്കൾക്കൊക്കെ പരീക്ഷ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പാൻ ഒക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിനെയും പാട്ടും ഒക്കെ കേൾക്കും. കഴിക്കട്ടെ കേട്ടോ. കഴിച്ചിട്ട് കുഞ്ഞു മത്തി കിട്ടി, അത് പറ്റിക്കാം. കഴുകി വെച്ചിട്ട് കുളിക്കാൻ പോയി. ശരി, ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. മൊബൈൽ തിരിഞ്ഞിരിക്കുവാണോ? അല്ലല്ല, കറക്റ്റാണ്.
നേരെ ഇരിക്കുക. കാറ്റടി തുടങ്ങി കേട്ടോ. രാവിലെ ആകുമ്പോൾ അങ്ങ് കാറ്റടിക്കാൻ തോന്നും. മക്കളെ വാ. എൻ്റെ വാ തുറക്കുന്നോ നോക്കണേ. നിങ്ങൾ ചില അമ്മമാരുണ്ടല്ലോ മക്കളുമാർക്ക് വാരി കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അറിയാതെ അതെ. അയ്യോ ഞാൻ അമ്മയുടെ വാ തുറന്നു മോനെ. ഇല്ല, ചില അമ്മമാരുടെ വാ തുറക്കും കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. മക്കള് വാ തുറക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ ഇങ്ങനെ. ഇല്ല, എൻ്റെ വായൊന്നും തുറക്കത്തില്ല, എൻ്റെ വായൊന്നും തുറക്കത്തില്ല. മുട്ടക്കറി നോക്കിയതായിരുന്നു, മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സവാള കുറവായിരുന്നു. ഇന്നിപ്പം സവാള ഉരുളക്കിഴങ്ങും ഒക്കെ വാങ്ങിക്കണം, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കിയാൽ. പക്ഷേ ഇവർ മുട്ട കഴിക്കത്തില്ല കേട്ടോ. ഇവർക്ക് പൊരിച്ചതൊക്കെ ഇഷ്ടം. ഇവർ രണ്ടുപേരും കറി വെച്ചാലും പുഴുങ്ങിയതായാലും കഴിക്കത്തില്ല. എല്ലാവരും ബാ മക്കളെ എന്നാ ചിന്ന എന്നാ അത് കഴിക്കട്ടെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കുന്നത് കേട്ടോ. മോൻ കഴിച്ചതാ, പിന്നെ അമ്മമാർ കഴിക്കുമ്പോൾ നമ്മൾ വാരി കൊടുക്കുമല്ലോ. നമ്മുടെ കിളികളെല്ലാം രാവിലെ വന്നു കേട്ടോ. നമ്മൾ പാപ്പമൊക്കെ കഴിച്ചിട്ട് ഇഞ്ഞ് വന്നു കേട്ടോ. ഇഞ്ഞ് വന്നു. അടുത്ത പരിപാടി നോക്കണ്ടേ? ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കണ്ടേ? പാപ്പം കഴിച്ചിട്ട് അവിടെ ഇരുന്നാൽ മതിയോ? ഇന്ന് അന്നേരം മീൻ കിട്ടിയത് എന്താണ് നമുക്ക്? ഇന്ന് കുഞ്ഞുമത്തി, നല്ല മത്തിയായിരുന്നു കേട്ടോ. ഞാൻ എന്നും അങ്ങ് വലിയ മീനല്ലേ. ഇന്നലെ എന്തൊരു മീനായിരുന്നു? ഇന്നലെ ഉടായിപ്പിലെ കറിയൊക്കെ ആയിരുന്നു. ഇന്നലെ എന്തായിരുന്നു നമുക്ക് ബെനഞ്ഞാനത്തെ കറികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഇന്നലെ ഞാൻ അങ്ങനെ അടുക്കളയിൽ കയറേണ്ടി വന്നില്ല കേട്ടോ. നമുക്ക് മീൻകറി, മോരുകറി, പിന്നെ ഞങ്ങൾ മുട്ടത്തോരൻ വെച്ചു, പിന്നെ വേറെ ഏതാണ്ട് മോനേന്ന് ഒരു സലാഡൊക്കെ ഉണ്ടാക്കി അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് കേട്ടോ. അപ്പം ഇന്നലെ ഉടായിപ്പിലായിരുന്നു കറി. ഇന്ന് പക്ഷേ ഉടായിപ്പ് എടുത്തുകൊണ്ട് ഇവിടെ ഇരുന്ന ഇവരെന്നെ ഓടിച്ചിട്ടടിക്കും. അതുകൊണ്ട് ഇന്ന് നമുക്ക് കൊച്ചു മത്തി നമുക്ക് ചതച്ച് പറ്റിക്കാമെന്ന് വിചാരിച്ചത്. ഇരുമ്പം പുളിയാണ് ഞാൻ അരിഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സങ്കടമാണ്. ദേ എൻ്റെ അടുപ്പുണ്ടല്ലോ ഒരെണ്ണേ കത്തുന്നുള്ളൂ. ഇന്നലെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ വൈകിട്ടിച്ച് വെള്ളം തിളപ്പിക്കാൻ അങ്ങോട്ട് വെച്ച് ആ രണ്ടാമത്തേതിനകത്ത് പക്ഷെ ഒന്നും തിളച്ച് തൂവിയിട്ടില്ല കേട്ടോ. എന്തോ പറ്റിയതാണെന്ന് എനിക്കറിയത്തില്ല. ചേച്ചി എൻ്റെ അടുപ്പ് പോയി, എൻ്റെ ചേച്ചിയെ ചേട്ടനോട് പറയുമോ ഒന്ന് ശരിയാക്കി തരാൻ. അല്ലെങ്കിൽ നമ്മുടെ തുള്ളൂസിലെ ചേട്ടനുണ്ടല്ലോ, എല്ലാം അവിടെ റിപ്പയർ ആണ്. എൻ്റെ ദൈവമേ, മിക്സിയും എന്തെല്ലാം അവിടെ ശരിയാക്കാം, അവിടെ അതെല്ലാം ശരിയാക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഒറ്റ മനുഷ്യരെ കയറ്റത്തില്ല കേട്ടോ. ആ ചേട്ടൻ അവരുടെ വീട്ടിൽ എനിക്ക് തോന്നും എല്ലാം പുത്തനാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഓരോ ദിവസം ഓരോ വീഡിയോ കാണുന്നില്ലേ, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അമ്മയെ എന്തൊരു ബുദ്ധിയാണോ, അപാര ബുദ്ധിയാണ്. എനിക്ക് ആ ബുദ്ധിയൊന്നും കിട്ടിയില്ലല്ലോ, ഞാനൊരു മന്ദബുദ്ധിയായി പോയല്ലോ എന്നൊക്കെ ചിലപ്പോൾ ഇരുന്നങ്ങ് വിചാരിക്കും കേട്ടോ. അടിപൊളി കേട്ടോ. പിന്നെ നമ്മളെ വിഷമിപ്പിക്കാൻ പിന്നെ കുറച്ച് പേര് കമൻ്റൊക്കെ ഇടുമല്ലോ, എൻ്റെ വീട്ടിൽ പോയി ചെയ്താൽ മതി എന്നൊക്കെ. എനിക്കതൊക്കെ ഞാൻ ആ കമൻ്റൊക്കെ കാണാറുണ്ട്. എനിക്ക് അന്നേരം വിഷമം വരും. എന്താ ചെയ്യാൻ? ഇപ്പം എന്തായാലും ഇപ്പം നമുക്ക് വലുതായിട്ട് ബുദ്ധിയൊന്നും വരത്തില്ല. എന്നാലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ നമ്മളും അങ്ങനെയൊക്കെ കണ്ടൊക്കെ ആയിരിക്കും എല്ലാവരും. ഇപ്പം ഞാനാണെങ്കിൽ വേറൊരാൾ കണ്ട അതിൻ്റെ എന്തെങ്കിലും അടിച്ച് മാറ്റിയായിരിക്കും നമ്മളും ചെയ്യുന്നത്. പിന്നെ അതിപ്പം കുറ്റപ്പെടുത്താൻ ഇപ്പോൾ ഒത്തിരി പേര് അല്ലേ. അപ്പോഴതൊക്കെ നമുക്ക് സങ്കടം വരും. സങ്കടമൊന്നും സങ്കടപ്പെടണ്ട കേട്ടോ. അപ്പോഴേ ഈ വീഡിയോ ഒക്കെ എടുപ്പും നമുക്കപ്പോൾ ചില കൂട്ടുകാർ നല്ല നല്ല കമൻറ്റുകളും, അല്ലാത്ത കൂട്ടുകാരെ നമ്മളെ ഇഷ്ടപ്പെടാത്തവർ പിന്നെ നമ്മളെ സങ്കടപ്പെടുത്തുന്ന കമൻറ്റുകളൊക്കെ നമുക്ക് തരും. അത് നമ്മൾ ചിലപ്പോൾ എനിക്കും അങ്ങനെ മനസ്സിനകത്തൊക്കെ വിഷമം വന്നിട്ടുണ്ട് കേട്ടോ. സാരമാക്കണ്ട. നമ്മൾ അതൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്നാൽ അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചിരിക്കാനേ സമയമുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോഴെന്തായാലും നമുക്ക് ഒത്തിരി കൂട്ടുകാരുണ്ടല്ലോ, കൂടപ്പിറപ്പുകളുണ്ടല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനല്ലേ. അപ്പോഴതേ പറഞ്ഞ് നമ്മൾ പച്ചമുളകും എൻ്റെ തോട്ടത്തിൽ തന്നെ കറിവേപ്പില കണ്ടോ. നമ്മൾ ഇട്ട് അങ്ങോട്ട് ജഗ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ ഇന്ന് മീൻ പറ്റിക്കാൻ പോവാണ്. അവിയലിന് അരിഞ്ഞു വെച്ചു. നമ്മുടെ അടുപ്പ് പണിമുടക്കായതുകൊണ്ട്
ഓരോന്നോരോന്നേ ചെയ്യാനൊക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഇത് ശരിയാക്കാൻ ഞാൻ വിളിക്കുന്നത് സനീഷ് എന്നങ്ങാണ്ട് പറയുന്നൊരു പുള്ളിയെ വിളിച്ചേ ഒക്കത്തുള്ളൂ. 350 രൂപ അപ്പോഴും പോയി കിട്ടും. അതാണ് എനിക്ക് വല്ലാത്തൊരു സങ്കടം കേട്ടോ. ഞാൻ രാവിലെ അവനോട് പറഞ്ഞു, നമുക്ക് വേഗം എന്തെങ്കിലുമൊക്കെ പണി നടക്കണ്ടേ, ഒരടപ്പേ തന്നെ എന്തുവാ എത്ര ചെല്ലി നമ്മൾ ചെയ്യുന്നത്, ഇതൊന്ന് വിളിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. നമുക്ക് അടുപ്പ് ശരിയാക്കാനേ നമ്മളിതൊക്കെ ഈ മിക്സി ഇതൊക്കെ നമുക്ക് ചെയ്യാന് എന്തെങ്കിലും ഒരു ഇത് പറ്റിയാലുണ്ടല്ലോ നമുക്ക് എന്തൊരു ദേഷ്യം ചെയ്യുന്നു. അപ്പം നമുക്ക് എളുപ്പം എവിടെയെങ്കിലും ഒന്ന് പോകണം. അപ്പോഴും നമ്മൾ ഓരോ അടുപ്പിൽ തന്നെ ഇട്ട് പാചകം ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ദേഷ്യം വരത്തില്ലേ? അടുപ്പിലൊക്കെ നമുക്ക് വിറകൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, എന്നാലും എത്രയും ചെയ്യുക. അതോ ഇപ്പോൾ ഒരു 10 മണി ആകുമ്പോഴത്തേനങ്ങ് ഭയങ്കര കാറ്റാകും, അതുകൊണ്ട് നമുക്ക് അടുപ്പിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ടേക്ക് പുക വരും കേട്ടോ. അപ്പോഴെന്തായാലും നമ്മുടെ മത്തിക്കുട്ടൻ അവിടെ നിന്നൊന്ന് റെഡി ആവട്ടെ, എന്നിട്ടേന്ന് ഞാൻ അടുത്ത ആളെ കയറ്റുന്നുള്ള അടുപ്പിലോട്ട് കേട്ടോ. ഇനി ഇവന് എന്തെങ്കിലും പണി തന്നാൽ പിന്നെ എൻ്റെ കാര്യം പോക്കാണ്. അതിനെന്തേ മത്തി പറ്റിക്കാൻ എടുത്ത് വെച്ച് കേട്ടോ. അവനെ ഒന്ന് അടയ്ക്കണമല്ലോ. അപ്പോഴവിടെ ഇരിക്കട്ടെ. ഇതേ അവിയലിന് ഞാൻ ഇന്ന് നമുക്ക് കാച്ചിലൊക്കെ ഉണ്ട്, അപ്പുറത്തുനിന്ന് കാച്ചിലൊക്കെ തന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ അവിയല ആരോ വിളിക്കുന്നുണ്ട്. ആരത് വീഡിയോ എടുക്കുമ്പം വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കമ്പനിക്കാരാണെങ്കിൽ ഓടിച്ചിട്ട് അടിക്കും ഞാൻ കമ്പനിക്കാരെ. ആഹാ നമുക്ക് വീഡിയോ എടുക്കുമ്പം നമുക്ക് കോള് വരുമ്പം നമുക്ക് ദേഷ്യവും വരും, അവരെ ഓടിച്ചിട്ട് അടിക്കാനും തോന്നുമല്ലേ. അപ്പോഴേ ഇനി അടുത്ത് നമുക്ക് അവിയലിനും കൂടെ അരച്ച് വെച്ചാൽ എളുപ്പമാണല്ലോ, നമ്മുടെ ജോലി എളുപ്പം അങ്ങ് നടക്കുമല്ലോ കേട്ടോ. അവിയലിനും കൂടെ അരച്ച് വയ്ക്കുക. അപ്പോഴത്തേന് നമ്മുടെ മത്തിത്തോരൻ റെഡി ആവും. പിന്നെ നമുക്ക് കുറച്ച് മോരിരിപ്പുണ്ട്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് രസം വയ്ക്കാം കേട്ടോ. രസം വയ്ക്കാം. ഇതേ രാവിലെ പോയി എൻ്റെ തോട്ടത്തിലെ പച്ചമുളകൊക്കെ പറിച്ചത് കണ്ടോ. ഇത് നല്ല കാന്താരി അല്ല കേട്ടോ, കാന്താരിയുടെ ഇച്ചിരി വലുതാണ്, പക്ഷെ നല്ല മണമല്ല, നല്ല മണമില്ലാത്ത നല്ല മുളക് കേട്ടോ. കണ്ടോ, ഇത് വേറെ ഐറ്റം. ഇതും കാന്താരി അല്ല, കാന്താരിയെക്കാട്ടിലും ഇച്ചിരി കൂടെ വലുത്, ഉണ്ട സൈസ്. പിന്നെ എല്ലാം പാകിയിട്ടുണ്ട്, കിളിക്കുമോ എന്തോ ഈ ഉണക്കത്ത്. അപ്പം ഞാനീ നമ്മുടെ അവിയലൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ തോരനൊക്കെ സെറ്റാണ് എന്നാണ് തോന്നുന്നേ, എൻ്റെ തോന്നലാണേ. ഇത്തിരി നേരം ആയാലും നമ്മൾ വച്ചട്ടെ, ഉപ്പൊക്കെ നോക്കിയിട്ടെ നമുക്ക് വാങ്ങി വയ്ക്കാം. ഉപ്പുണ്ട് പുളിയുണ്ട് കേട്ടോ. ഇപ്പോഴിതുണ്ടോ ഇരുമ്പം പുളി ഉണ്ടെന്ന് തോന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട് ഇന്നത്തെ മീന്. ഞാൻ വെച്ചത് കൊണ്ട് പറയില്ല, സത്യമായിട്ടും അമ്മയാണ് സത്യം. ഇന്നത്തെ എൻ്റെ മീൻ തോരൻ അടിപൊളിയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആരെങ്കിലും എന്താണ് വെക്കുന്നത്? ഇതേ അവിയലിനെ ചരച്ച് വെച്ച് കേട്ടോ. ചതച്ചെന്നല്ലല്ലോ, അത് ഇച്ചിരി ഒന്ന് അരയണ്ടേ. പക്ഷെ എനിക്ക് അടുപ്പ് എന്നിട്ട് എനിക്കങ്ങ് മനസ്സിലാകുന്നത് മാറുന്നില്ല. എൻ്റെ അടുപ്പ് ശരിയായില്ലെങ്കിൽ എന്തോ ഇനിയിപ്പം വിളിക്കാം. ഇന്നലെ ഗ്യാസുകാർ വന്ന് അവരും കളിപ്പിച്ചിട്ട് പോയി എന്നെ. ഞങ്ങളെല്ലാം കുറ്റി എടുത്ത് വെച്ച് നോക്കി വെച്ചേക്കും. അവരവിടുന്ന് പിന്നെ വേറെ ഏതോ വഴിക്ക് പോയി. കള്ളന്മാർ കേക്ക ഞാൻ വിളിക്കും, കള്ളന്മാർ കളിപ്പിച്ചിട്ട് പോയി. ഇവിടെ രസത്തിന് അരിഞ്ഞൊക്കെ വെക്കട്ടെ, തക്കാളിയൊക്കെ അരിഞ്ഞ് വെക്കട്ടെ കേട്ടോ. തക്കാളി രസം വയ്ക്കാം. അമ്മയ്ക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അമ്മ ഇവിടെ കാണാൻ പോയാൽ ഇന്നലെ വൈകിട്ട് പോകാറില്ല. നമ്മുടെ അണ്ണൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം നമ്മുടെ അണ്ണ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇനി വന്നു, ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ്. എന്നാലും എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഇപ്പം ഞാൻ പറയുമല്ലോ, ഒരാഴ്ച ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. ഇനി വന്നു കാണാൻ പോയായിരുന്നു വൈകിട്ട്. ഞാൻ പോയില്ലായിരുന്നു, നമ്മളാ ഒരു ദിവസമേ ഹോസ്പിറ്റലിൽ പോയുള്ളൂ കേട്ടോ. മക്കളെ കളഞ്ഞിട്ട് പാനി എനിക്ക് ഒക്കത്തില്ല. ഇവർ സ്കൂളിൽ നിന്നൊക്കെ കോളേജിൽ നിന്നൊക്കെ വരുമ്പം പിന്നെ ഇവിടെ ആളില്ലാതിരിക്കാനൊക്കത്തില്ലല്ലോ. അപ്പോഴും അതുകൊണ്ട് ഞാൻ ഒരു ദിവസമേ ഹോസ്പിറ്റലിൽ പോയുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ വീട്ടിൽ പോയി വൈകിട്ട്.
രസമൊക്കെ വെച്ചിട്ട് ആറിയിട്ട് രസമൊക്കെ കുടിക്കണം. ദഹനത്തിന് നല്ലതാണല്ലോ രസമൊക്കെ. സൂപ്പറല്ലേ സദ്യക്കൊക്കെ രസം ദഹനത്തിന് നല്ലതാണ്. കുരുമുളകും ഇതൊക്കെ ഇടുന്നത് കൊണ്ടേ നല്ലതാണ്. 6 നമ്മുടെ പൊടികളെല്ലാം ഇട്ട് വഴറ്റി ജീരകപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞപ്പൊടി, ഇനി നമുക്ക് പുളി വീഴിക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ മൊത്തത്തിലെല്ലാം കൂടെ കലക്കി അങ്ങനെയും ചെയ്യും. ഇങ്ങനെയും ചെയ്യും. പിന്നെ രസപ്പൊടി മാത്രം ഇട്ട് രസം വെക്കുന്നവരും ഉണ്ട് അല്ലയോ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാൻ ചട്ടി എടുത്തന്നെ, പക്ഷേ എൻ്റെ കലത്തിനകത്ത് മോരേറിയിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ കലത്തിനകത്ത് രസം വയ്ക്കത്തുള്ളൂ. ഇനി ഇവൻ അങ്ങോട്ട് തിളക്കട്ടെ. അപ്പോഴെടുത്ത് വെച്ചിൽ കിടന്ന് ഇവന്മാരെല്ലാം കൂടെ സ്റ്റണ്ട് ഉണ്ടാവും അല്ലയോ, നേരല്ലേ. അത് സ്ഥാനത്ത് എടുത്ത് വെച്ചില്ലുണ്ടല്ലോ അടിയുണ്ടാവും. എനിക്കും ദേഷ്യം വരും, അവന്മാർക്കും ദേഷ്യം വരും. ആകെ കുഴപ്പമാവും. നമ്മൾ ഉപ്പിട്ടായിരുന്നോ നോക്കട്ടെ, ഉപ്പും പുളിയൊക്കെ ഉണ്ടോന്ന്. ഉപ്പിട്ടില്ല. ഓ പിള്ളേരെ ഉപ്പിട്ടില്ലേ? ഉപ്പിടാതെ ഉപ്പ് നോക്കും. ഇനി കിടന്ന് തിളച്ചൊക്കെ ഞാൻ ഇനി ഉപ്പ് നോക്കുന്നു. അത്ര കാണത്തില്ലല്ലോ. അല്ലേ തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ രസം അങ്ങനെ തിളച്ചു കേട്ടോ. രസം തിളച്ചു. ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി കൂടെ ഉപ്പൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോഴേ നല്ല ഉപ്പൊക്കെ ഉണ്ടോ ഒന്നും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്, നല്ല ഉപ്പൊക്കെ ഉണ്ട്. ഉപ്പുണ്ട്, പുളിയുണ്ട്, നല്ല രുചിയുണ്ട്. അത്ര വളർത്തില്ലല്ലോ, ഞാൻ വെച്ചതില്ലേ. നല്ല രുചിയുണ്ട് കേട്ടോ. 6-8 രസം അങ്ങോട്ട് കോരി കുടിക്കണം. എന്ത് രസം ഉണ്ടെന്നറിയാമോ? ഒരു രസം. ഇപ്പോൾ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഉച്ച വരെയുള്ള ഇത്രയും വെക്കാനാന്നേ കിടന്ന് പെടാപ്പാട് പെട്ടത് ഞാൻ രാവിലെ മുതൽ കേട്ടോ. കഴിഞ്ഞു. പാത്രം കഴുകാനും ഒന്നുമില്ല, ഒന്ന് തുളച്ചാൽ മതി കേട്ടോ. ഉച്ച വരെയുള്ള പരിപാടികൾ എല്ലാം കഴിഞ്ഞെൻ്റെ. ഇനി എവിടെയെങ്കിലും ഇരിക്കും, വെയിലല്ലേ ഇവിടെ പാന. അങ്ങനെ ഉച്ചയ്ക്ക് ചോറും ഉണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നലെ കുടുംബശ്രീ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴേ കുടുംബശ്രീക്ക് എന്തോ ഒരു കാര്യത്തിന് ഫോട്ടോയൊക്കെ എടുക്കണമായിരുന്നു. ഫോട്ടോ എടുപ്പ് ഇന്ന് ഏത് ദിവസമാണെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് എടുത്ത് നോക്കിയപ്പോഴാണ് ഇന്ന് ഫോട്ടോ എടുപ്പൊക്കെ ഉണ്ട്. നമ്മൾ ഒരുങ്ങിച്ചമ്മഞ്ഞ് അങ്ങോട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പോയി. സാരിയും ചേലയൊക്കെ ചുറ്റി നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ പോയി. എന്നിട്ട് പിന്നെന്താ എല്ലാവരും കൂടെ ആകുമ്പോൾ ഇച്ചിരി നേരം കഥ പറച്ചിലുണ്ടല്ലോ. കഥയൊക്കെ പറഞ്ഞിട്ട് ഞാനിഞ്ഞ് വന്നു. പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. അപ്പോഴത്തേനും നേരമൊക്കെ ഒരുവിധമായി. നമ്മുടെ അമ്പലത്തിലെ നാമം കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.